ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു പ്രതികാരം തന്നെയാണ് നമ്മൾ കണ്ടത്. വെരി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ഇത് പറയുമ്പോഴും അച്ഛനില്ലല്ലോ എൻ്റെ കൂടെ എന്നുള്ളൊരു, അത് ആർക്കും കോമ്പൻസേറ്റ് ചെയ്യാനും അതൊരിക്കലും മായയില്ല. ആ ഒരു ഭീകരർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും, വിഷമിച്ചിരിക്കുമായിരിക്കും. ഇത് ചെയ്ത ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യക്കാരിയുടെ കണ്ണീന്ന് ഒരു കണ്ണീര് അവർക്ക് വേണ്ടി, അതെൻ്റെ ഒരു ഉറച്ച തീരുമാനം ആണ്. അവർക്ക് വേണ്ടി ഞാൻ ഒരു ക്യാമറയും കാണുക ഞാൻ കരയില്ല. ഞാനും അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അച്ഛനെ ആ ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ അപ്പം തന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ മൊമെന്റിൽ അച്ഛൻ പോയിന്നും എനിക്കറിയായിരുന്നു. ആ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ മക്കൾ അവിടെ നിന്ന് അലറി വിളിച്ച് എന്നെ വിളിച്ച് കരയണതാണ്. പിന്നെ അച്ഛനില്ല, പിന്നെ അടുത്തത് എനിക്ക് എൻ്റെ മക്കളെ സേവ് ചെയ്യണം എന്നുള്ളതാണല്ലോ. ചിലപ്പോൾ അച്ഛൻ്റെ വിധി അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ ഈ എറണാകുളത്ത് കിടക്കണ ഈ അച്ഛൻ കശ്മീര് പോയി ഇങ്ങനെ ഒരു മരണം അച്ഛൻ്റെ വിധിയായിരിക്കും അത്. അപ്പൊ അച്ഛൻ്റെ വിധിയിൽ അച്ഛൻ ഞങ്ങളെ കൂടെ ചേർക്കണം എന്നായിരിക്കും. ഞങ്ങൾ ഈ ട്രോമയിലേക്ക് അഴിച്ചുവിട്ട ആ ടെററിസ്റ്റ് മെന്നിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് വിമൻ ആൻഡ് ചിൽഡ്രനെ വെറുതെ വിട്ടു. അതിന്റെ പിറകിൽ ഒരു ഉദ്ദേശമില്ലേ, കില്ലിങ് ഓഫ് എൻ്റെ അച്ഛൻ. അപ്പോൾ ആ ട്രോമയിലല്ലേ അതല്ലേ ഞങ്ങളുടെ എതിരുള്ള അറ്റാക്ക്. മരിച്ചവരുടെ അറ്റാക്ക് അത് കഴിഞ്ഞു. ഇനി ജീവിക്കുന്ന ഈ സ്ത്രീകളും കുട്ടികളുമാണ് ലൈഫ് ലോങ് അറ്റാക്കിന്റെ അടിമകൾ. അതുപോലെ പറയുന്നുണ്ടായിരുന്നു, കലിമ ചൊല്ലാൻ പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ ഭീകരാക്രമണം ചെയ്ത ആളുകൾ. എനിക്ക് എൻ്റെ അർത്ഥം മനസ്സിലാവാത്തതുകൊണ്ട് എനിക്ക് ഇറങ്ങി ഓടി താഴെ ഇറങ്ങണ വരെ എനിക്ക് മനസ്സിലായില്ല. എന്താന്ന് അറിഞ്ഞൂടെ, എന്തോ ചോദിച്ചു, അതെന്തോ കിട്ടാത്തോണ്ടാണ് എന്നുള്ളതായിരുന്നു. അതിന് ഞാൻ ഓടി ഇറങ്ങി എത്തി. ഞാൻ മുസാഫിറിനെ കണ്ടു. അപ്പോൾ ഇപ്പൊ അവിടെ ആർമി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞു, എന്തിനാ ചെയ്തേ, വാട്ട് ഇസ് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ, എനിക്ക് ആ വാക്ക് എന്നെ കിട്ടണില്ല. ഞാൻ എന്തൊക്കെയോ വച്ചിട്ട് ഏതോ വാക്കാണ്, പല വാക്കുകൾ പറഞ്ഞ് ഈ 3 ലെറ്റേഴ്സ് വെച്ചിട്ട് പല പേരിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്ലാബർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ഒരാള് ഇതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതാണെന്ന് പറഞ്ഞപ്പോഴാണ് അതെന്താന്നും അപ്പോഴാണ് മനസ്സിലായി, അത് പറയാത്തത് കൊണ്ടാണ്. പിന്നെ ഇവിടെ വന്ന് ഞാൻ കരയാതെ നിന്ന് പറഞ്ഞത്, നമ്മുടെ കൺട്രിയിൽ നടന്ന ഈ കാര്യങ്ങളെ കാണാതെ എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് പോയതിൽ അതിലാണ് എനിക്ക് വിഷമം. കാരണം എന്നെ ഇല്ലല്ലോ അവിടെ ഫോക്കസ് ചെയ്യണ്ട. പക്ഷെ എനിക്കായിരുന്നു ഈ വൃത്തികെട്ട ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നത്. അമ്മ കൂടെ ഉണ്ടെങ്കിൽ അമ്മ എന്താവുമെന്ന് എനിക്ക് ഊഹിക്കാൻ കൂടി പറ്റണില്ല.